ജോജു ജോർജിൻ്റെ സംവിധാന മികവിൽ പിറന്ന പണി എന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത് OTT-യിൽ വന്നിട്ടുണ്ട്. അവിടെയും നല്ല സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പണിയെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പറയാം. അതായത് പണിയിൽ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ വന്നിട്ട് പറയുകയാണ് ഇവിടെ വന്ന് ഒപ്പിടണം. അപ്പോൾ ആ കഥാപാത്രം പറയുന്നു പോലീസ് സ്റ്റേഷൻ എത്ര മണിക്കാണ് തുറക്കുക എന്നുള്ളത്. ഒറ്റ സീനിൽ നിന്ന് ആ കഥാപാത്രത്തെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഒരു പിടി പ്രതിഭകളെയാണ് പണി സിനിമയിലൂടെ ജോജു ജോർജ് മലയാളത്തിൽ അവതരിപ്പിച്ചത്. കരിക്ക് സുനി, വാറണ്ട് ഡേവി എന്നിങ്ങനെയുള്ള കൊമ്പന്മാർക്കൊപ്പം തിളങ്ങി നിന്ന മറ്റൊരു കഥാപാത്രം ഉണ്ട് വെടിമറ ജൂഡൻ. നാളെ മുതൽ പോലീസ് സ്റ്റേഷൻ രാവിലെ വന്ന് ഒപ്പിടണം എന്ന് പോലീസുകാരൻ പറയുമ്പോൾ വെടിമറ ജൂഡൻ്റെ മറുപടി ഇങ്ങനെയാണ്: സാറേ, രാവിലെ എപ്പോൾ തുറക്കും പോലീസ് സ്റ്റേഷൻ? ആ ഒറ്റ ചോദ്യത്തിൽ ഹിറ്റായിരിക്കുകയാണ് അപ്പു. നടനും സംവിധായകനുമായ ജോജു ജോർജിൻ്റെ മകനാണ് അപ്പു എന്ന ഇയാൻ ജോർജ് ജോസഫ്. മലയാള സിനിമയുടെ വിശേഷങ്ങളുമായി ഇയാൻ മനസ്സ് തുറക്കുകയാണ്. നടനാകണം എന്നാണ് എപ്പോഴത്തെയും പ്ലാൻ. ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പഠിച്ച് പരീക്ഷ പാസ്സാകണം, എന്നിട്ട് നല്ല നടനാകണം. എപ്പോഴും പഠിച്ചില്ലെങ്കിലും എങ്ങനെയെങ്കിലും പരീക്ഷ പാസ്സാകണം എന്നു മാത്രമേ അപ്പ ജോജു ജോർജ് എന്നോട് പറയാറുള്ളൂ എന്നാണ് നടൻ പറയുന്നത്. ഞാൻ കലാകാരൻ ആകുന്നത് അപ്പയ്ക്ക് വളരെ വലിയ ഇഷ്ടമാണ്. അഭിനയിക്കാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം സപ്പോർട്ട് ചെയ്തത് അപ്പയാണ്. സിനിമയിൽ പറയേണ്ട ഡയലോഗൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതാണ്. അപ്പം അതിലൊക്കെ കണിച്ചതയുള്ള ആളാണ്. പിന്നെ ആ സമയത്ത് കാണിച്ച ഭാവമൊക്കെ ഞാൻ സ്വന്തമായി ചെയ്തതാണ്. ടെൻഷനാകാതെ സമാധാനമായി അഭിനയിച്ചോളൂ എന്നാണ് അപ്പ തന്ന ടിപ്പ്. പണിയിൽ ഞാനും അനിയനും അനിയത്തിയും അഭിനയിച്ചിട്ടുണ്ട്. അത് വലിയ സന്തോഷമായി. സിനിമയിൽ എൻ്റെ കഥാപാത്രമാണ് വെടിമറ ജൂഡൻ. സിനിമയിൽ ആ രംഗ് വരുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടുമെന്ന് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ OTT-യിൽ വന്നപ്പോൾ എല്ലാവരും ആ സീൻ ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ആകെ അടിപൊളി ഫീലാണ്. കുറേ പേർ ആ കഥാപാത്രം കണ്ടു എന്നെ വിളിച്ചു. ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് എല്ലാവരും പറയുന്നത്. അതാണ് എൻ്റെയും ഭാവി പരിപാടി. ഞാനും അനിയനും അനിയത്തിയോ അപ്പ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്നു എന്നതിൽ അമ്മയ്ക്ക് വലിയ ടെൻഷനും പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അപ്പയാണ് അഭിനയത്തിനുള്ള ടിപ്പുകളൊക്കെ പറഞ്ഞു തരാറുള്ളതെങ്കിലും അമ്മയാണ് ഓവറോൾ പിന്തുണ. ഈ ചെറിയ വേഷം ഇത്ര ആഘോഷമാക്കിയതിന് സമൂഹ മാധ്യമങ്ങൾ കൂടിയുണ്ട്. അപ്പ ഒരുപാട് നാൾ കഷ്ടപ്പെട്ട് അലഞ്ഞിട്ടാണ് സിനിമയിൽ ഇന്ന് കാണുന്ന ജോജു ജോർജ് ആയത്. അപ്പോൾ ആദ്യ സിനിമയിൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന കഥാപാത്രം ചെയ്യാനായതിൽ നന്ദി പറയാനാണ് തോന്നുന്നത്. 10ലെ പരീക്ഷയുടെ തീയതി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം പഠിക്കണം. അതിനുശേഷം സിനിമയിൽ സജീവമാകും. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ, നല്ല കഥാപാത്രം ചെയ്യാനാണ് ആഗ്രഹം. ജോജു ജോർജിൻ്റെ നിർമ്മാണ കമ്പനിയായ അപ്പു പാത്തു പാപ്പു പ്രൊഡക്ഷൻസിൻ്റെ പേര് മക്കളുടെ ചെല്ലപ്പേരിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞത്. ജോജുവിൻ്റെ മക്കളിൽ അപ്പുവും പാത്തുവും, അതായത് ഇയാൻ ജോർജും സാറ, ഇരട്ട കുട്ടികളാണ്. ഇളയ മകൻ ഇയാനു പുറമെ സാറയും ഇവാനും ജോജു ആദ്യമായി സംവിധാനം ചെയ്ത പണി എന്ന സിനിമയിൽ അഭിനേതാക്കളായി അരങ്ങേറ്റം കുറിച്ചിരുന്നു.